ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ മിസിലിനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 9, ക്വസ്റ്റ്യൻ നമ്പർ 10, ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. കഴിഞ്ഞ വീഡിയോസിൽ മെട്രിസസ് എന്ന ചാപ്റ്ററിൽ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്യാം. അത് കിട്ടിക്കഴിഞ്ഞാൽ മിസിലിനിയസ് എക്സസൈസിലത്തെ പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം തന്നെ കഴിഞ്ഞ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫോളോ ചെയ്യാം. മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യാം. ഇനി പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഫൈൻഡ് എക്സ് ഈഫ് ഇവിടെ 3 മെട്രിസസിൻ്റെ പ്രൊഡക്റ്റാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈക്വൽ ടു 0. ഇപ്പോൾ 3 മെട്രിസസിൻ്റെ പ്രൊഡക്റ്റ് ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് 2 മെട്രിസസ് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. അതിനുശേഷം ദാറ്റ് മെട്രിക്സ് ഇൻറ്റു തേർഡ് മെട്രിക്സ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 മെട്രിസസിൻ്റെ പ്രൊഡക്റ്റാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എടുക്കുക, കറസ്പോണ്ടിങ് എലിമെൻറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു 1 എക്സ് കിട്ടും. -5 ഇൻറ്റു 0 0 ആണ്. അപ്പോൾ ആ ടേം എഴുതുന്നില്ല. -1 ഇൻറ്റു 2 -2 ആണ്. അപ്പോൾ x -2 ആണ് ഫസ്റ്റ് എലിമെൻറ്റ്. ദെൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോൾ എടുത്തു. അപ്പം എക്സ് ഇൻറ്റു 0 0 എന്ന് വന്നു. -5 ഇൻറ്റു 2 എന്താണ് -10 ആണ്. നെക്സ്റ്റ് എലമെൻറ്റ് എന്താ വരിക 0 ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ എഴുതുന്നില്ല. ദെൻ ഫസ്റ്റ് റോ തേർഡ് കോൾ എടുക്കുമ്പോൾ എക്സ് ഇൻറ്റു 2 2x എന്ന് എഴുതാം. -5 ഇൻറ്റു 1 -5 എന്ന് എഴുതാം. -1 ഇൻറ്റു 3 -3 എന്ന് എഴുതാം. ഇനി ഈ ഒരു മെട്രിക്സ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് x-2 തന്നെയായിരിക്കും. ദെൻ സെക്കൻഡ് എലമെൻറ്റ് -10 തന്നെയാണ്. തേർഡ് എലമെൻറ്റ് 2x -5 -3 എത്രയാണ് -8 ആണ്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് ആണ് ഇവിടെ കിട്ടുക. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഈ ഒരു മെട്രിക്സും ക്വസ്റ്റ്യനിലുള്ള തേർഡ് മെട്രിക്സും മൾട്ടിപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യനിലുള്ള തേർഡ് മെട്രിക്സ് ഏതാ? x41ൻ്റെ മെട്രിക്സ് ആണ്. ദാറ്റ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. അപ്പം ഇവിടെ ചെയ്യേണ്ടത് എന്താണ്? മെട്രിക്സ് x-2 -10 2x -8 ഇൻറ്റു x41 ദാറ്റ് ഈക്വൽ ടു എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനി ഇവിടുത്തെ റൂൾ അനുസരിച്ച് ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യാം. അപ്പോൾ x-2 ഇൻറ്റു എക്സ് ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം. ദെൻ -10 ഇൻറ്റു 4 എന്താണ്? -40 ആണ്. അപ്പോൾ -40 എന്ന് എഴുതി. ദെൻ 2x -8 ഇൻറ്റു 1 എന്താണ്? 2x -8 ആണ്. അപ്പോൾ +2x -8 ഈക്വൽ ടു 0 എന്ന് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സിനെ ഉള്ളിലോട്ട് നമുക്ക് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x ഇൻറ്റു എക്സ് എന്ത് കിട്ടി? x² എന്ന് കിട്ടി. -x ഇൻറ്റു 2 2x എഴുതി. ദെൻ മൈനസ് എന്തായിരിക്കണം? 40 ആയിരിക്കും അല്ലേ? +2x -8 ആണ്. ദാറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതി. ഇനി വീണ്ടും ഈ ഒരു ഇക്വേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. x² ഇനി -2x +2x അവിടെ ക്യാൻസൽ ചെയ്യാം. ഇനി ബാലൻസ് ഇത് മാത്രമേ ഉള്ളൂ. -40 -8 ആണ്. അപ്പോൾ -48 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതിലൂടെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് x² ഈക്വൽ ടു 48 എന്ന് എഴുതാനായിട്ട് സാധിക്കും. -48 റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ +48 ആയി. അപ്പോൾ x² ഈക്വൽ ടു 48. അങ്ങനെയെങ്കിൽ എക്സ് എന്തായിരിക്കണം? x ഈക്വൽ ടു ±√48 ആയിരിക്കും. സോ ദിസ് ഈക്വൽ ടു ± എന്ത് കിട്ടും നമുക്ക്? √48നെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4√3 ആണ് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് √48 4√3 ആയിരിക്കണത്? അതായത് 48നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് എഴുതാനായിട്ട് സാധിക്കും? 8 ഇൻറ്റു 6 എന്ന രീതിയിൽ എഴുതിയാൽ മതി. 8 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 ഇൻറ്റു 2 8 ആണ്. 6 ആകുമ്പോൾ 2 ഇൻറ്റു 3 ആണ്. അപ്പോൾ ഇവിടെ 4 2s ഉണ്ട്. ആ 4 2s മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 16 ആണ് കിട്ടുക. 16 ഇൻറ്റു 3 അതായത് ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ √16 എന്താണ്? √16 എന്നുള്ളത് അവിടെ 4 ആണ് വരാം അല്ലേ? √16 എന്നുള്ളത് 4 ആണ്. ബാലൻസ് √3 ഉണ്ടാവും. അങ്ങനെയാണ് x = ±4√3 എന്ന് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 10 പറയുന്നത് എ മാനുഫാക്ചറർ പ്രൊഡ്യൂസേഴ്സ് 3 പ്രോഡക്ട്സ് XYZ വിച്ച് ഹി സെൽസ് ഇൻ 2 മാർക്കറ്റ്സ്. ആനുവൽ സെയിൽസ് ആർ ഇൻഡിക്കേറ്റഡ് ബിലോ. അതായത് ഒരു മാനുഫാക്ചറിന് 3 പ്രോഡക്ട്സ് ആണ് നിർമ്മിക്കുന്നത്. ആ 3 പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? XYZ. മാത്രമല്ല ഈ മാനുഫാക്ചറർ 2 മാർക്കറ്റ്സിലാണ്
ഈ 3 പ്രോഡക്ട്സും സെല് ചെയ്യണം. അങ്ങനെയെങ്കിൽ ആനുവൽ സെയിൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടേബിളാണ് അവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 മാർക്കറ്റ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, 1 and 2. അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് ഇവിടെ ഫസ്റ്റ് റോയിൽ 10,000, ദെൻ 2,000, 18,000, സെക്കൻഡ് റോയിൽ 6,000, 20,000, 8,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് കോളം എന്നുള്ളത് എക്സും സെക്കൻഡ് കോളം എന്നുള്ളത് വൈ, തേർഡ് കോളം എന്നുള്ളത് സെഡ് ആയിട്ടാണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇഫ് യൂണിറ്റ് സെയിൽ പ്രൈസസ് ഓഫ് എക്സ് വൈ ആൻഡ് സെഡ് ആർ ₹2.50, ₹1.50 ആൻഡ് ₹1 റെസ്പെക്റ്റീവ്ലി, ഫൈൻഡ് ദ ടോട്ടൽ റവന്യൂ ഇൻ ഈച്ച് മാർക്കറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെട്രിക്സ് ഓൾജിബ്ര. അതായത് മെട്രിക്സ് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് ടോട്ടൽ റവന്യൂ, അതായത് ഓരോ മാർക്കറ്റിലും ടോട്ടൽ റവന്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് എക്സ് എന്ന പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് സെയിൽ പ്രൈസ് ഇവിടെ 2.50, വൈൻ്റെ 1.50, സെഡിൻ്റെ ₹1 ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഓരോ മാർക്കറ്റിലും ഈ മാനുഫാക്ചറർ സെൽ ചെയ്തിട്ടുള്ള ടോട്ടൽ റവന്യൂ ആനുവൽ സെയിൽസിനെ ബേസ് ചെയ്തിട്ട് എത്രയായിരിക്കും എന്നാണ് മെട്രിക്സ് ഓൾജിബ്ര യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, മാർക്കറ്റ് ഇവിടെ 1 ഉം 2 2 മാർക്കറ്റ്സ് ആണുള്ളത്. പ്രോഡക്ട്സ് ഇവിടെ ഏതൊക്കെയാണ്? എക്സ് വൈ സെഡ് ആണ് 3 പ്രോഡക്ട്സ്. എക്സ് വൈ സെഡ് ആയിരിക്കണം 3 പ്രോഡക്ട്സ്. മാർക്കറ്റ് ഇവിടെ 2 മാർക്കറ്റ്സ് ആണ്, 1 and 2 എന്ന് അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇവിടുത്തെ യൂണിറ്റ് സെയിൽ പ്രൈസിൽ എക്സിൻ്റെ ₹2.50, വൈ ആണെങ്കിൽ 1.50, സെഡ് ആണെങ്കിൽ 1 ആണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടോട്ടൽ റവന്യൂ ആണ്. അതും മെട്രിക്സ് ഓൾജിബ്ര വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കണമെങ്കിൽ പ്രൊഡക്ട്സിൻ്റെ മെട്രിക്സ് ഇൻറ്റു യൂണിറ്റ് സെയിൽ പ്രൈസസിൻ്റെ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ റവന്യൂവിൻ്റെ മെട്രിക്സ് കിട്ടും. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ മെട്രിക്സ് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിച്ചു? ഇവിടെ പ്രൊഡക്റ്റിൻ്റെ മെട്രിക്സ് എഴുതേണ്ടത് 10,000, ദെൻ 2,000, ദെൻ 18,000. ഫസ്റ്റ് റോയിൽ ഇത്രയും ടേംസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് റോയിൽ എന്തായിരിക്കണം? 6,000, 20,000, ദെൻ 8,000. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ മെട്രിക്സ്. ഇനി ഇൻറ്റു ഏത് മെട്രിക്സ് ആയിരിക്കണം? യൂണിറ്റ് സെയിൽ പ്രൈസസിൻ്റെ മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് മെട്രിക്സ് എന്നുള്ളത് പ്രൊഡക്റ്റും സെക്കൻഡ് മെട്രിക്സ് എന്നുള്ളത് ഇവിടെ സെയിൽ പ്രൈസാണ്. ഇനി ഈ 2 മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ടോട്ടൽ റവന്യൂ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ അതിന് മുന്നേ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡറും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡറും കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത് കറക്റ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഇവിടെ 2 റോസും 3 കോളംസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2/3 ആണ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ. സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ അപ്പോൾ എന്തായിരിക്കണം? അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ 3 ആണ് നമ്പർ ഓഫ് കോളംസ് ഫസ്റ്റ് മെട്രിക്സിൽ. അപ്പോൾ 3 ഇൻറ്റു സംതിങ് ആണ് സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ വരേണ്ടത്. അപ്പോൾ ഇവിടെ യൂണിറ്റ് സെയിൽസ് പ്രൈസ് എക്സ് വൈ സെഡ് എന്നുള്ളത് ഏത് രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും? 3 റോസിനെ ബേസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. 3 റോസിനെ ബേസ് ചെയ്തിട്ട്, അതായത് 2.50, ദെൻ 1.50, ദെൻ 1, ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇവിടെ 3 റോസും കിട്ടി, 1 കോളാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താ? 3/1 ആണ്. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ 2/3 ആണ്, ദെൻ സെയിൽ പ്രൈസിൻ്റെ ഓർഡർ 3/1 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റവന്യൂയുടെ ഓർഡർ എന്തായിരിക്കണം? 2/1 ആയിരിക്കും. ടോട്ടൽ റവന്യൂയുടെ ഓർഡർ 2/1. ഇനിയിപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അതായത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിച്ചു? 10,000 ഇൻറ്റു 2.50 ആണ്. അപ്പോൾ എത്ര കിട്ടി? 25,000 കിട്ടി. പ്ലസ് 2,000 ഇൻറ്റു 1.50 ആണ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? പ്ലസ് 3,000 കിട്ടി. പ്ലസ് 18,000 ഇൻറ്റു 1 ആണ്. അപ്പോൾ 18,000 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോൾ എടുക്കുമ്പോൾ 6,000 ഇൻറ്റു 2.50 എത്രയായിരിക്കും വരേണ്ടത്? 15,000 വന്നു. പ്ലസ് 20,000 ഇൻറ്റു 1.50 ആണ്. അപ്പോൾ 30,000 കിട്ടി. പ്ലസ് 8,000 ഇൻറ്റു 1, അതായത് 8,000 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ജസ്റ്റ് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. സോ ദിസ് ഈക്വൽ ടു ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 46,000 ആണ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി?
53,000 കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ടോട്ടൽ റവന്യൂ. പക്ഷേ 46,000 ആണ് മാർക്കറ്റ് 1ലുള്ള ടോട്ടൽ റവന്യൂ. അതേപോലെ 53,000 ആണ് മാർക്കറ്റ് 2ലുള്ള ടോട്ടൽ റവന്യൂ. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നമ്മളുടെ ആൻസർ ഈ ഒരു മെട്രിക്സിലൂടെ കിട്ടുക. അതായത് 46,000 ആണ് എന്ത് മാർക്കറ്റ് 1ലുള്ള റവന്യൂവും 53,000 ആണ് മാർക്കറ്റ് 2ലുള്ള ടോട്ടൽ റവന്യൂ. അപ്പോൾ ഇതാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബി പാർട്ട് നമുക്ക് നോക്കാം. ബി പാർട്ടിൽ എന്താണ് ക്വസ്റ്റ്യൻ? ഇഫ് ദ യൂണിറ്റ് കോസ്റ്റ് ഓഫ് എബൌട്ട് 3 commodities are ₹2, ₹1 and 50 paise റെസ്പെക്റ്റീവ്ലി ഫൈൻഡ് ദ ഗ്രോസ് പ്രോഫിറ്റ് എന്നാണ്. അതായത് ഈ 3 പ്രോഡക്ട്സ് XYZ എന്ന 3 പ്രോഡക്ട്സിൻ്റെ യൂണിറ്റ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് ₹2, ₹1, 50 പൈസയാണ്. അങ്ങനെയെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ആ ടേബിൾ ജസ്റ്റ് ഒന്ന് എഴുതി, XYZ എന്ന പ്രോഡക്ട്സിന് ബേസ് ചെയ്തിട്ടുള്ള ടേബിൾ ഒന്ന് എഴുതി. അതിന് ശേഷം യൂണിറ്റ് കോസ്റ്റ് എക്സിൻ്റെ യൂണിറ്റ് കോസ്റ്റ് 2ഉം വൈഡി ആണെങ്കിൽ 1ഉം സെഡിൻ്റെ ആണ് 50 പൈസയാണ്. 50 പൈസന് റുപ്പീസിലേക്ക് ആക്കുമ്പോൾ 50/100 ചെയ്താൽ മതി. അപ്പോൾ 0.50 റുപ്പീസ് അവിടെ കിട്ടും. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഈ സെല്ലിംഗ് പ്രൈസ് തന്നെയാണ് എ പാർട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. മൈനസ് കോസ്റ്റ് പ്രൈസ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിലൂടെ കണ്ടുപിടിക്കാം. അതിന് ശേഷം പ്രോഫിറ്റ് SP മൈനസ് CP കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എടുക്കുക. പ്രോഡക്റ്റിൻ്റെ മെട്രിക്സ് 10,000, 2,000, 18,000, 6,000, ദെൻ 20,000, ദെൻ ലാസ്റ്റ് വൺ ഏതായിരുന്നു? 8,000. പ്രോഡക്റ്റ് ഇൻറ്റു ഇവിടെ ഏതാണ് നെക്സ്റ്റ് മെട്രിക്സ് എടുക്കേണ്ടത്? യൂണിറ്റ് കോസ്റ്റ് ആയിരിക്കണം. ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സ് പ്രോഡക്റ്റു ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് യൂണിറ്റ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഈ രണ്ട് മെട്രിക്സസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ നേരത്തെ പറഞ്ഞ പോലെ 2/3 തന്നെയായിരിക്കണം. അങ്ങനെയെങ്കിൽ സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കണം? ഫസ്റ്റ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 3 തന്നെയാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയെങ്കിൽ 3 റോസിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം യൂണിറ്റ് കോസ്റ്റ് നമുക്ക് എഴുതേണ്ടത്, XYZ എഴുതേണ്ടത്. അതായത് X എന്നുള്ളത് 2, Y എന്നുള്ളത് 1, Z എന്നുള്ളത് 0.50, 3 റോസ് ആയിട്ടാണ് ഇവിടെ എഴുതേണ്ടത്. അതായത് X എന്നുള്ളത് 2 എന്ന് എഴുതാം, Y എന്നുള്ളത് 1 എഴുതാം, Z എന്നുള്ളത് 0.50. അപ്പോൾ ഇവിടെ 3 റോസും കിട്ടി. എത്ര കോളംസ് ആണ് കിട്ടിയിരിക്കുന്നത്? 1 കോളാണ്. അപ്പോൾ ടോട്ടൽ കോസ്റ്റിൻ്റെ മെട്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ഓർഡർ എന്തായിരിക്കണം? 2/1 ആയിരിക്കും. 2/1 ആണ് ഇവിടുത്തെ മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ, എ പാർട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെയും നമുക്ക് ഫസ്റ്റ് കോളം എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 10,000 ഇൻറ്റു 2 ആണ് വന്നിരിക്കുന്നത്. 10,000 ഇൻറ്റു 2 എത്ര വരണം? 20,000 ആയിരിക്കണം. പ്ലസ് 2,000 ഇൻറ്റു 1 2,000 കിട്ടി. പ്ലസ് 18,000 ഇൻറ്റു 0.50 ആണ്. അപ്പം എത്രയാണ് കിട്ടുക? 9,000 ആണ് കിട്ടുക. ഇനി സെക്കൻഡ് റോ ഫസ്റ്റ് കോൾ എടുക്കുമ്പോൾ 6,000 ഇൻറ്റു 2 ആണ് നിൽക്കുന്നത്. അതായത് 12,000 വരും. പ്ലസ് 20,000 ഇൻറ്റു 1 20,000 തന്നെ കിട്ടി. പ്ലസ് 8,000 ഇൻറ്റു 0.50 ആണെങ്കിൽ 4,000 ആണ് കിട്ടുക. ഇനി ദിസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? 20,000 പ്ലസ് 2,000 പ്ലസ് 9,000 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 31,000 ആണ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. സെക്കൻഡ് റോയിൽ 36,000 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ്. ഇവിടെ മാർക്കറ്റ് 1ൽ 31,000 ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ മാർക്കറ്റ് 2ൽ 36,000 ആണ് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എ പാർട്ടിൽ നമുക്ക് ടോട്ടൽ സെല്ലിംഗ് പ്രൈസ് ആണ്, അതായത് ടോട്ടൽ റവന്യൂ ആണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് പ്രൈസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് ഇവിടെ എ പാർട്ടിൽ നിന്ന് കിട്ടിയും കോസ്റ്റ് പ്രൈസ് ഇവിടെ ബി പാർട്ടിൽ നമ്മളിപ്പോൾ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ SP മൈനസ് CP ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ രണ്ട് മെട്രിക്സസ് അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 46,000ഉം 53,000 ആയിരുന്നു സെല്ലിംഗ് പ്രൈസ്. മൈനസ് CP എന്നുള്ളത് 31,000ഉം 36,000 ആയിരുന്നു. ഇത് തമ്മിൽ കറസ്പോണ്ടിങ് നമ്പേഴ്സ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അതായത് 46,000 മൈനസ് 31,000 ആണ്
ഫസ്റ്റ് രണ്ട് എലമെൻറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അതായത് 15,000 ഇവിടെ ആൻസർ കിട്ടി. സെക്കൻഡ് വൺ എന്ത് കിട്ടി? മൈനസ് ചെയ്തപ്പോൾ 17,000 ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 15,000ഉം 17,000 ആണ്. അതായത് മാർക്കറ്റ് 1ൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 15,000ഉം മാർക്കറ്റ് 2വിൽ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് 17,000 ആണ്. അപ്പോൾ ഇതാണ് ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 11 പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ മെട്രിക്സ് എക്സ് ഈഫ് എക്സ് ഇൻറ്റു മെട്രിക്സ് 1 2 3 4 5 6 ഈക്വൽ ടു മെട്രിക്സ് -7 -8 -9 ദെൻ 2 4 6 ആണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ശ്രദ്ധിക്കേണ്ടത് എക്സ് എന്ന മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് മെട്രിക്സ് ഇൻറ്റു 1 2 3 4 5 6 എന്ന മെട്രിക്സ് ആണ്. അപ്പോൾ രണ്ട് മെട്രിക്സസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കണ്ടീഷൻ എന്താ? നമ്പർ ഓഫ് കോളംസ്, ഫസ്റ്റ് മെട്രിക്സിൽ നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്താ നമുക്ക് അറിയില്ല. സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ നമുക്കറിയാം. ഇവിടെ 2 റോസും 3 കോളംസ് ആണുള്ളത്. അപ്പോൾ 2/3 എഴുതാനായിട്ട് സാധിച്ചു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? 2 റോസും 3 കോളംസ് ആയതുകൊണ്ട് 2/3 എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരിക്കണം? ഫസ്റ്റ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസും സെക്കൻഡ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് റോസും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ സെക്കൻഡ് മെട്രിക്സിലത്തെ നമ്പർ ഓഫ് റോസ് ഇവിടെ എത്രയാണ്? 2 ആണ്. ആ 2 തന്നെയാണ് ഫസ്റ്റ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ഇനി ഇവിടെ ഫസ്റ്റ് മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ദാറ്റ് നമ്പർ ഓഫ് റോസ് ഇൻറ്റു സെക്കൻഡ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസ് ആണ് നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിൽ 2/3 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ 2 റോസ് ആണ്. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് മെട്രിക്സിൽ നമ്പർ ഓഫ് റോസ് 2 തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ 2/2 ഓർഡറുള്ള മെട്രിക്സ് കിട്ടി. അതായത് ABCD എന്ന് എലമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ഇവിടെ എക്സ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് A + 4B എന്ന് കിട്ടും. അതേപോലെ 2A + 5B ആണ് സെക്കൻഡ് എലമെൻറ്റ് കിട്ടുക. 2A + 5B എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് റോ തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3A + 6B എന്ന് കിട്ടി. 3A + 6B എന്ന് എഴുതാം. ഇനി അതേപോലെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എടുക്കുമ്പോൾ C × 1 C എന്ന് എഴുതി, D × 4 4 എന്ന് കിട്ടും. അതായത് C + 4D എന്ന് കിട്ടി. സെക്കൻഡ് എലമെൻറ്റോ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എടുക്കുമ്പോൾ 2Cയും 5D എന്നും കിട്ടി. അതായത് 2C + 5D എന്ന് എഴുതാം. ഇനി സെക്കൻഡ് റോ തേർഡ് കോളം എടുക്കുമ്പോൾ 3Cയും കിട്ടി 6Dയും കിട്ടി. അതായത് 3C + 6D എന്ന് എഴുതാം. ദാറ്റ് ഈക്വൽ ടു ഏത് മെട്രിക്സ് ആയിരിക്കണം? -7 -8 -9 ദെൻ 2 4 6 ആണ്. ഇനി ഇതിൽ നിന്ന് രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെന്ന് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്താ? കറസ്പോണ്ടിങ് എലമെൻറ്റ്സും അവിടെ ഈക്വൽ ആയിരിക്കണം. രണ്ട് മെട്രിക്സസ് ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്തായിരിക്കണം? ഈക്വൽ ആണ്. ഫസ്റ്റ് എലമെൻറ്റ് ഇവിടെ A + 4B ആണ്. അത് എന്തിന് ഈക്വൽ ആണ്? -7ന് ഈക്വൽ ആണ്. സെക്കൻഡ് എലമെൻറ്റ് 2A + 5B ആണ്. -8ന് ഈക്വൽ ആയിരിക്കും. ഈക്വൽ ടു -8. ഇനി തേർഡ് എലമെൻറ്റ് -9ന് ഈക്വൽ ആണ്. അതായത് 3A + 6B ഈക്വൽ ടു -9 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് റൂളിലത്തെ ഫസ്റ്റ് എലമെൻറ്റ് 2ന് ഈക്വൽ ആണ്. അതായത് C + 4D ഈക്വൽ ടു 2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റോ സെക്കൻഡ് റൂളിൽ സെക്കൻഡ് എലമെൻറ്റ് 4ന് ഈക്വൽ ആയിരിക്കും. അതായത് 2C + 5D ഈക്വൽ ടു 4 എന്ന് കിട്ടി. ഇനി തേർഡ് എലമെൻറ്റ് 6ന് ഈക്വൽ ആയിരിക്കും. അതായത് 3C + 6D ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനിയിപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ എയും ബിനും ബേസ് ചെയ്തിട്ട് 3 ഇക്വേഷൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടുത്തെ സോൾവ് ചെയ്യാനായിട്ട് ഫസ്റ്റ് 2 ഇക്വേഷൻസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷേ അല്ലെങ്കിൽ ഫസ്റ്റും തേർഡ് എടുക്കാം, ആ രീതിയിൽ എടുക്കാം. പക്ഷേ ഇവിടെ ആദ്യത്തെ ഇക്വേഷൻ എടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ ഇക്വേഷൻ എടുക്കുക, അതായത് A + 4B = -7 എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് ഇക്വേഷനിൽ എയുടെ പ്ലേസിൽ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ബിയുടെ വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതായത് ഇവിടുത്തെ ഫസ്റ്റ് ഇക്വേഷൻ ഏതാണ്? A + 4B = -7 ആണ്. ഇതിൽ നിന്ന് എ എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ്. A = -7 - 4B എന്ന് എഴുതാം. കാരണം +4B റൈറ്റിലോട്ട് പോയപ്പോൾ -4B ആയി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ സെക്കൻഡ് ഇക്വേഷൻ ഏതാ? 2A + 5B = -8 ആണ്. തേർഡ് ഇക്വേഷനും
എടുക്കാം. പക്ഷേ ഇവിടെ സെക്കൻഡ് ഇക്വേഷനാണ് എടുക്കണേ. 2a + 5b = -8 എടുക്കുക. അതിൽ എയുടെ പ്ലേസിൽ ഇപ്പോൾ കിട്ടിയ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. അപ്പോൾ അതായത് 2 × ഇവിടെ കിട്ടിയ എ ഏതാണ് -7 - 4b ആണ്, പ്ലസ് 5b എന്ന് എഴുതാം, = -8 ആണ്. ഇനി ഈ 2 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 × -7 എന്താണ് -14 ആണ്. 2 × -4b എന്ന് പറഞ്ഞാൽ -8b നീട്ടി, പ്ലസ് 5b = -8 ആണ്. ഇനി ഇപ്പോൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ബിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ -14 എന്നുള്ളത് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായി +14 ആയിരിക്കും. പിന്നെ ലെഫ്റ്റിൽ -8b + 5b ആണ്. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -3b നീട്ടി, -3b = -8 + 14 = 6 നീട്ടി. അങ്ങനെയാണെങ്കിൽ b = 6/-3 എന്ന് എഴുതാം, = -2 ആണ്. അപ്പോൾ ഇവിടെ ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി എയുടെ വാല്യൂ കിട്ടാനായിട്ട് ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുത്താൽ മതി. a + 4b = -7 ആണ്. അവിടെ ബിയുടെ പ്ലേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എയുടെ വാല്യൂ കിട്ടും. അതായത് a + 4b = ആണ് ഫസ്റ്റ് ഇക്വേഷൻ. a + 4b = -7 ആണ്. ഇവിടെ ബിയുടെ പ്ലേസിൽ -2 കൊടുത്തു കഴിഞ്ഞാൽ a + 4 × -2 = -7 നീട്ടി, a -8 = -7 എന്ന് എഴുതാം. a = -7 + 8, -8 അങ്ങോട്ട് പോയാൽ +8 = 1 നീട്ടി. അപ്പോൾ എയുടെ വാല്യൂ ഇവിടെ 1 ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എയും ബിയും കിട്ടി കഴിഞ്ഞു. ഇനി സിയും ഡി ആണ്. അപ്പോൾ സിയിലത്തെ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ c + 4d = 2 ആണ്. ഇതിൽ നിന്ന് സി കണ്ടുപിടിക്കാം. സി കണ്ടുപിടിച്ചതിന് ശേഷം ഒന്നല്ലെങ്കിൽ സിയും ഡിയും ഉള്ള ബാക്കി രണ്ട് ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് സിനും ഡിനും ബേസ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ ഇവിടെ c + 4d = എന്താണ് c + 4d = 2 ആണ്. ഇതിൽ നിന്ന് സി കണ്ടുപിടിക്കുകയാണ്. c = 2 - 4d ആണ്. ഈ c = 2 - 4d ഏതിൽ കൊടുക്കാം? ഇനി സിനും ഡിനും ബേസ് ചെയ്തിട്ടുള്ള ബാക്കി രണ്ട് ഇക്വേഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കൊടുക്കാം. പക്ഷേ ഇവിടെ 2c + 5d = 4ൽ കൊടുക്കാൻ പോവാണ്. അതായത് 2c + 5d = 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. c 2 - 4d ആണ്. അപ്പോൾ 2 × 2 - 4d + 5d = 4 എന്ന് കൊടുക്കാം. ഇനി 2 ബ്രാക്കറ്റിനുള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4 നീട്ടി, 4 - 2 × -4d -8d + 5d = 4 ആയിരിക്കും. ഇനി 4 -8d + 5d എന്താണ് -3d = 4 ആയിരിക്കും. അപ്പോൾ -3d അവിടെ നിർത്താണ്. ലെഫ്റ്റിലുള്ള 4 റൈറ്റിലോട്ട് പോകുമ്പോൾ -4 ആയി. 4 - 4 = 0. -3d = 0 ആണ്. അപ്പോൾ d എന്തായിരിക്കും? d = 0 എന്ന് കിട്ടി. 0/-3 ആണ്. സോ ദിസ് = 0. അപ്പോൾ ഡിയുടെ വാല്യൂ ഇവിടെ 0 കിട്ടി കഴിഞ്ഞു. ഇനി d = 0 എന്ന വാല്യൂ ഏതിൽ കൊടുത്താൽ മതി? സിയും ഡിയും വരുന്ന ഇക്വേഷനിൽ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ c + 4d = 2 എന്ന് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇവിടെ ഡിയുടെ പ്ലേസിൽ 0 കൊടുത്തു കഴിഞ്ഞാൽ സിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ഇക്വേഷൻ c + 4d = 2 ആണ്. c + 4 × d എന്ന് പറഞ്ഞാൽ 0 എന്ന് കിട്ടും, = 2. സോ c = 2 എന്ന് കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് 4 വാല്യൂസ് കിട്ടി. a = 1, b = -2, ദെൻ c = 2 എന്ന് കിട്ടി, d = 0. ഇതാണ് 4 വാല്യൂസ്. അപ്പോൾ x എന്ന മെട്രിക്സിൽ ഈ 4 എലമെൻറ്റ്സ് തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് x = a b c d എന്ന മെട്രിക്സ് ആയിരുന്നു. ഇവിടെ എല്ലാ എലമെൻറ്റ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ പ്ലേസിൽ നമുക്ക് എന്ത് കൊടുക്കാം? 1, ബിയുടെ പ്ലേസിൽ -2, സിയുടെ പ്ലേസിൽ 2 എന്ന് കൊടുക്കാം. അതേപോലെ ഡിയുടെ പ്ലേസിൽ എന്ത് കൊടുക്കാനായിട്ട് സാധിച്ചു? 0 ആണ്. അപ്പോൾ ഇവിടെ x എന്ന മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. x = മെട്രിക്സ് 1 - 2 2 0 ആണ്. അപ്പോൾ ഇത്രയും 3 പ്രോബ്ലംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്